അതിരാവിലെ തന്നെ അനീഷ് ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് നടക്കാൻ പോകുന്ന വീക്കിലി ടാസ്കിന്റെ അവസാന ഘട്ടമായ സ്ക്രാച്ച് ആൻഡ് വിൻ ഗെയിമിൽ ആരായിരിക്കും വിജയിച്ച് ടിക്കറ്റ് ടു ഫിനാലെ പരിഗണന നേടുന്ന ആദ്യത്തെയാൾ. കൂടാതെ ഇന്നലെ രണ്ടാം ദിനം അവസാനിച്ചപ്പോഴുള്ള പോയിന്റ് നിലവാരവും ഗെയിമിനെ പറ്റി നമുക്കൊന്ന് വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കധികം വൈകിക്കാതെ തുടങ്ങാം. ഇന്നത്തെ ഡേ 75 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:45 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നലത്തെ രണ്ടാം ദിനം അവസാനിച്ചപ്പോഴുള്ള പോയിന്റ് നിലവാരവും ഗെയിമിനെ പറ്റിയൊന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എത്ര പാവകൾ വീതമുണ്ടെന്ന് ചോദിക്കുന്നു. അതിനു മുമ്പ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മുടെ മറ്റേ അക്കരെ സിനിമയിൽ സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്ന പോലെ ഇവിടെ ചോദിക്കുന്നത് പച്ച തലയുണ്ടോ, വെളുത്ത കൈയുണ്ടോ, വലത് കൈയുണ്ടോ, നീല കൈയുണ്ടോ, പച്ച ഉടലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു തലയും കൈയും വെച്ച് ശരിയാക്കിയാൽ മതി, ഒരു ഡിമാൻഡും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അനുവിനോടാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അനു പറയുന്നു എൻ്റെ കയ്യിൽ 24 പാവയുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അനുവിന് 120 പോയിന്റാണ് കിട്ടുന്നത്. അടുത്ത് ആര്യനോട് ചോദിക്കുന്നു എത്ര പാവകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നു 29 പാവകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആര്യന് ലഭിക്കുന്നത് 145 പോയിന്റാണ്. അടുത്ത് അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നു എൻ്റെ കയ്യിൽ 24 പാവകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനീഷിന് കിട്ടുന്നത് 120 പോയിന്റാണ്. അടുത്തത് ലക്ഷ്മിയോട് ചോദിക്കുന്നു. ലക്ഷ്മിയുടെ കയ്യിൽ 12 പാവകളാണെന്ന് പറയുന്നു. അപ്പോൾ 60 പോയിന്റാണ് ലക്ഷ്മിക്ക് കിട്ടുന്നത്. അടുത്തത് നെവിനോട് ചോദിക്കുമ്പോൾ നെവിൻ്റെ കയ്യിൽ 19 പാവകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ 95 പോയിന്റാണ് കിട്ടുന്നത്. അടുത്ത് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഷാനവാസിൻ്റെ കയ്യിൽ നിൽ ആണെന്ന് പറയുന്നു. അക്ബറിൻ്റെ കയ്യിലും അതുപോലെ തന്നെയാണ്. സാബുവിൻ്റെ കയ്യിലും ഒന്നും തന്നെ ഇല്ല. ഇവരുടെ 3 പേരുടെ കയ്യിൽ ഒന്നുമില്ല. അടുത്ത് നൂറയോട് ചോദിക്കുന്നു. നൂറിൻ്റെ കയ്യിലുള്ളത് 4 പാവകളാണെന്ന് പറയുന്നു. അപ്പോൾ 20 പോയിന്റാണ് നൂറയ്ക്ക് കിട്ടുന്നത്. അപ്പം അടുത്ത് ആദിലോട് ചോദിക്കുന്നുണ്ട്. ആദിലടുത്ത് ചോദിക്കുമ്പോൾ ആദിലെ കയ്യിൽ 18 പാവകളുണ്ടെന്ന് പറയുന്നു. 90 പോയിന്റ് എന്ന് പറയുന്നു. ഇത് ഈ ആദിലെ കയ്യിൽ 18 പാവകൾ വരാൻ കാരണം നമ്മുടെ അക്ബറിനെ നിന്ന് അടിച്ചു മാറ്റിയ പാവകളാണ് ആദിലുള്ള കയ്യിലിരിക്കുന്നത്. അത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസത്തെ പോയിന്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യന് കിട്ടിയിരിക്കുന്നത് 120 പോയിന്റുകളാണ്. അതുപോലെ തന്നെ അനീഷിന് 180 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അനുവിന് 147 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെവിന് 119 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആദിലയ്ക്ക് 117 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മിക്ക് 93 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അക്ബറിന് 59 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അക്ബറിന് ഇന്നലത്തെ ഗെയിമിലൊന്നും കിട്ടിയിട്ടില്ല. അതിന് മുന്നത്തെ ഗെയിമിൽ കിട്ടിയ പോയിന്റ് തന്നെയാണ് ഉള്ളത്. പിന്നെ നൂറയ്ക്ക് 49 പോയിന്റ് ഉണ്ട്. പിന്നെ ഷാനവാസിന് ഇന്നലത്തെ ഗെയിമിലൊന്നും കിട്ടിയിട്ടില്ല. മുന്നത്തെ ഫസ്റ്റ് ടാസ്കിൽ ജയിച്ച പോയിന്റ് തന്നെയാണ് 48 പോയിന്റാണ്. സാബുവിന് 40 പോയിന്റ് തന്നെയാണ് ഉള്ളത്. ഇന്നലത്തെ ഗെയിമിലൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ പോയിന്റ് നിലവാരം എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ദിവസത്തെ ടാസ്ക് ആയിരിക്കും ആരായിരിക്കും ടിക്കറ്റ് ടു ഫിനാലെ കയറുന്ന ഒരാൾക്കുള്ള പരിഗണന ലഭിക്കുക എന്ന് തീരുമാനിക്കുന്നത്. ഇന്നത്തെ ടാസ്ക് ആയിരിക്കും. കുറച്ച് വെറൈറ്റി ഉള്ള ടാസ്ക് ആവാനാണ് സാധ്യത. എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ സ്ക്രാച്ച് ആൻഡ് വിൻ എന്ന ഒരു ഗെയിം, അതായത് ടാസ്ക്കാണ് കൊടുക്കുന്നത്. നല്ല രസകരമായിട്ടുള്ള ടാസ്ക്കാണ്. അതായത് ഓരോ സാധനങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെ ഒളിപ്പിച്ച് വയ്ക്കും. ബിഗ് ബോസിൻ്റെ ഓരോ മൂലകളിലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. അത് ഇവർ പോയി തെരഞ്ഞ് കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആളായിരിക്കും വിജയിക്കുക എന്നതായിരിക്കും തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അത്ര ഞാൻ പറയാം. പിന്നെ ബിഗ് ബോസ് ആ പ്രൊമോനകത്ത് കണ്ടാൽ എനിക്ക് മനസ്സിലായത് കുറേ പേരൊക്കെ ഈ സാധനങ്ങൾ എടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അത് തന്നെ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് കാണുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരൊക്കെയാണ് സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നത് ചോദിക്കുന്നുണ്ട്. എന്നോട് കള്ളത്തരം വേണ്ട എന്നും ബിഗ് ബോസ് പറയുന്നത്. ഇതാണ് പ്രൊമോനകത്ത് കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം ഇന്നലെ രാത്രി തന്നെ നമ്മുടെ അനീഷും നമ്മുടെ മോളും തമ്മിൽ കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനിടയിൽ അനുവിൻ്റെ കയ്യിൽ 24 പാവയുണ്ടെന്ന് ആര്യം പറയുന്നു. അത് അക്ബറിൻ്റെ കയ്യിൽ അടിച്ചു മാറ്റിയ പാവയാണെന്നും ആര്യം പറയുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട് ഞാനല്ല അടിച്ചു മാറ്റിയത്, അടിച്ചു മാറ്റിയ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് അനു പറയുന്നു. സത്യത്തിൽ അടിച്ചു മാറ്റിയത് അക്ബറിൻ്റെ ആ പാവ അടിച്ചു മാറ്റിയ ആദിലയാണ്. ആദിലയുടെ കയ്യിലാണ് ആ പാവയുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ അവിടെ സംഭവിച്ചത്. ഇനി ഇന്നത്തെ ദിവസത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ല
ശാന്തിയോടും സമാധാനത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മോർണിംഗ് 7 മണിക്ക് തന്നെ നമ്മുടെ അനീഷ് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. എഴുന്നേറ്റ് നേരെ അനീഷ് വരുന്നത് കിച്ചൺ ഏരിയയിലേക്കാണ്. കിച്ചൺ ഏരിയയിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെ രാത്രി ഇവർ കഴിച്ച ഫുഡ് ഉണ്ടാക്കിയ പാത്രങ്ങൾ മൊത്തം കഴുകാതെ, വെസലൊക്കെ ഇങ്ങനെ കഴുകാതെ ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അനീഷ് കലിപ്പളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് ഒറ്റയ്ക്ക് നിന്നിട്ട്, അതായത് അവിടെ ലേറ്റ് ഒന്നും വന്നിട്ടില്ല, മോർണിംഗ് ലേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അനീഷ അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് പാത്രത്തിന് മുന്നിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്നാണ് സംസാരിക്കുന്നത്. വേറെ ആർക്കും ഇവിടെ ഒന്നും കഴിക്കണ്ടേ? ഇവർക്ക് മാത്രം കഴിച്ചാൽ മതിയോ? റേഷൻ ഇവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? എല്ലാവർക്കും കൂടിയുള്ളതാണ്. അതുപോലെ തന്നെ റേഷൻ, അതായത് ഇത് എന്താണ് ഇവരിവിടെ കാട്ടി വച്ചിരിക്കുന്നത്? നമുക്ക് വിശപ്പില്ലേ? നമ്മളും മനുഷ്യന്മാരല്ലേ? അത് പോട്ടെ, കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്ന് കഴുകി വെച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കൈ വയ്യാതെ ഇന്നലെ ടാസ്ക് കളിച്ച് സ്ക്രാച്ച് ആയിരിക്കുവാണ് ആകെ. ഇതെല്ലാം ഞാൻ തന്നെ അതായത് ഇതെല്ലാം കൂടി ഞാൻ തന്നെ എങ്ങനെ കഴുകുമെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ഒന്നും വേണ്ട, ആഹാരം വേണ്ട, കഴുകാനും വേണ്ട, ഒന്നും വേണ്ട. സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ രാത്രിയെങ്കിലും ഒന്ന് സമ്മതിച്ചൂടെ? അത് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സംസാരം കേട്ട് നമ്മുടെ നൂറ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നൂറ ചോദിക്കുന്നു, എന്താണ് അനീഷ് ഏട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്നലെ നടന്ന സംഭവം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇതേ കണ്ടില്ലേ, കഴിച്ച പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല, അത് തെറ്റ്, ഞാൻ കഴുകേണ്ട അവസ്ഥയായി ഇപ്പോൾ എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് മോർണിംഗ് സോങ് വരുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ആഹ മനോരഞ്ജിനി സുരംഗനി, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം കിച്ചൺ ടീമിൽ അനു കയറുന്നില്ല. അതായത് അനു ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു ഞാൻ കിച്ചണിനകത്ത് കയറില്ല എന്ന്. അതുപോലെ തന്നെ ഇന്ന് അനു കയറിയിട്ടില്ല, കിച്ചണിനകത്ത് കയറിയിട്ടില്ല. അതുകൊണ്ട് അനുവിന് പകരം നെവിനാണ് കിച്ചൺ ടീമിനകത്ത് കയറി ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അനുവിനെ നേരെ ഫ്ലോർ ടീമിലേക്ക് തട്ടുന്നുണ്ട് നമ്മുടെ സാബുമാൻ അനുവിനെ ഫ്ലോർ ടീമിലേക്ക് ആക്കുന്നു. അപ്പോൾ അനു പറയുന്നു, അതായത് ഞാൻ പണിയൊക്കെ ചെയ്യാമെന്ന് സാബുമാനോട് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രാവിലെ അനു ആരോടും തന്നെ മിണ്ടുന്നില്ല. അതായത് പണ്ടത്തെ അനീഷ് ഉണ്ടല്ലോ, ആരോടും മിണ്ടാത്ത ഒരവസ്ഥ, അതുപോലെ അനു ആരോടും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഊഞ്ഞാലിൽ പോയിരുന്ന ആടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് ആദിലും നൂറിയും അങ്ങോട്ട് പോകുന്നുണ്ട്. അവരടുത്തൊന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഊഞ്ഞാലിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദിലും നൂറിയും വന്ന് വിളിക്കുന്നു, എന്താ അനു, എന്താ മിണ്ടാത്തെ, എന്താ കാര്യം, ഇന്നലെ നടന്ന കാര്യമാണോ, അത് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് പുതിയ ദിവസമല്ലേ, അതിൽ നിന്ന് വിട്ട് മാറുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആദില അനുവിനോട്. പക്ഷെ അനു ഇതൊന്നും വകവയ്ക്കുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ അനീഷ് അങ്ങനെ ഇരുന്നിരുന്നു അതേപോലെ അങ്ങനെ മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. ഇവർക്ക് നല്ല രസകരമായിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് വീട്ടിലെ 75 ദിവസമായപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് വ്യത്യസ്തത മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം പറയുക എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മഴയത്ത് ഡാൻസ് കളിച്ചതാണ്, അതുപോലെ തന്നെ മൂവി നൈറ്റ്, അതുപോലെ തന്നെ ജയിൽവാസം, സ്വേച്ഛാധിപതിയായതാണ്, പിന്നെ ലാലേട്ടനെ കണ്ടത്, പിന്നെ ജിസേലിൻ്റെ എവിക്ഷൻ, ഇങ്ങനെ ഓരോ മൂമെൻ്റ് അവർ അങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷും ഷാനവാസും തമ്മിൽ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നതാണ് ലൈവിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പ്രമോല് കണ്ട വീക്ക്ലി ടാസ്ക് സ്ക്രാച്ച് ആൻഡ് വിൻ ടാസ്ക് വരും. അതിലാരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വരും മണിക്കൂറുകളെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്താണെന്ന് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ്